നമസ്കാരം. പ്രധാന വാർത്തകൾ. ആരോരുമില്ലാത്ത വൃദ്ധയുടെ വീട് വഴിവക്കിലെ മരം വീണ് തകർന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനത്തിനുള്ള സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം വ്യാഴാഴ്ച നടക്കുന്ന എതിരേൽപ്പ് വിളക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ആരോരുമില്ലാത്ത വൃദ്ധയുടെ വീട് മരം വീണ് തകർന്ന നിലയിൽ. വെങ്ങല്ലൂർ പള്ളിക്കുറ്റി ആനിമൂട്ടിൽ നബീസയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വഴിയോരത്ത് നിൽക്കുന്ന വാഗമരത്തിന്റെ കൂറ്റൻ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. ഭിത്തിക്ക് വിള്ളലേറ്റിട്ടുണ്ട്. നേരത്തെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിരുന്ന വീട് ഇതോടെ താമസയോഗ്യമല്ലാതായി കഴിഞ്ഞു. ആരോരുമില്ലാതെ കൊല്ലങ്ങളായി നബീസ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മനോനില തെറ്റിയ ഇവർക്ക് ബന്ധുക്കളായി ആരുമില്ല. അധികൃതരും സന്നദ്ധ സംഘടനകളും ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സഹായിക്കാൻ ആരുമില്ലാതെ, മക്കളോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ലാതെ നാട്ടുകാരുടെ സഹായത്തിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വേതനത്തിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മാനസിക അസ്വസ്ഥതയുള്ള സ്ത്രീയാണ് അവർ. അവരുടെ വീട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ ഇതിൻ്റെ സൈഡുകൾ ഇടിഞ്ഞു പോവുകയും അവരുടെ ഓട് അതുപോലെ പട്ടിക അതുപോലുള്ള സാധനങ്ങൾ നിരന്തരം നഷ്ടപ്പെടുമ്പോൾ അത് നന്നാക്കി കൊടുക്കാൻ ആളില്ലായ ഇപ്പം വീട് വല്ലാത്ത പരിതാവസ്ഥയിലാണുള്ളത്. ഇങ്ങനത്തെ ഇരിക്കുന്ന അവസ്ഥയിലാണിത്. ഇന്നിവിടെ നടന്ന ഒരു ചെറിയ കാറ്റിൽ ഇതിൻ്റെ കൊമ്പൊടിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വീഴുകയും ആ വീട് തകർന്ന് നാമാവശേഷമായി പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മുനിസിപ്പൽ അധികൃതരോ അല്ലെങ്കിൽ വ്യക്തികളോ ആരെങ്കിലുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ ഒന്ന് സഹായിക്കേണ്ടതാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എൻ്റെ അത് പറയാം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനത്തിനുള്ള സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KP മേരി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ അമ്പലം ബൈപ്പാസിലുള്ള ഈഫൽ ടവറിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ UDF ഗവൺമെൻറ് സിവിൽ സർവീസിനെ 2-3 തട്ടുകളായി വേർതിരിച്ചുകൊണ്ട് പെൻഷൻ ഉള്ളവരെന്നും പെൻഷൻ ഇല്ലാത്തവരെന്നും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ളവരെന്നും പങ്കാളിത്ത പെൻഷൻ ഉള്ളവരെന്നും, അതോടൊപ്പം തന്നെ ഈ 56 വയസ്സിൽ പിരിയുന്നവരെന്നും 60 വയസ്സിൽ പിരിയുന്നവരെന്നും പറഞ്ഞ് ജീവനക്കാരെ, പ്രത്യേകിച്ച് സിവിൽ സർവീസിനെ 2-3 തട്ടുകളായി തിരിച്ചുകൊണ്ട് ഈ മേഖലയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ജീവനക്കാർ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ജീവനക്കാരെ ശത്രുതാ മനോഭാവത്തോടെ കണ്ടുകൊണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഹനിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അത്തരം ജീവനക്കാരെ, അവരുടെ നേതാക്കന്മാരെ അടക്കം സസ്പെൻഡ് ചെയ്യുകയും തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുമാത്രമല്ല, വനിതാ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ പേരിൽ ജാമ്യമില്ലാത്ത തരത്തിൽ കേസ് ചാർജ് ചെയ്ത് പീഡിപ്പിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. തിരുവുത്സവ വാർത്തകൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള എതിരേൽപ്പ് വിളക്ക് 7ാം ഉത്സവമായ വ്യാഴാഴ്ച നടക്കും. ആനക്കൂട് കവലയിൽ നടക്കുന്ന എതിരേൽപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 3:30 മൈലക്കൊമ്പ് ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. തിരിച്ചെഴുന്നള്ളിപ്പിനെ വരവേൽക്കാൻ 6:30 മുതൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം, തുടർന്ന് 8 ട്രിപ്പിൾ തായമ്പക എന്നിവ നടക്കും. 7:15 പ്രസാദവൂട്ടുണ്ടായിരിക്കും. 10 മണിയോടെ ദീപക്കാഴ്ചകൾ ഒരുക്കി എതിരേൽപ്പ് നൽകും. തുടർന്ന് പറവയ്പും പാണ്ടിമേളവും നാദസ്വരവും ഉണ്ടായിരിക്കും. എതിരേൽപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ആഘോഷ കമ്മിറ്റി കൺവീനർ TK സുധാകരൻ നായർ CTV ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ വരുന്ന ഏകദേശം 10,000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ഉത്സവാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മുഴുവൻ ഭക്തജനങ്ങൾക്കും ആവശ്യമായ പ്രസാദകൂട്ടിനുള്ള ഒരുക്കങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. ഇവിടെ നാനാജാതി വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ജനങ്ങളുടെയും സഹായത്തോടൊപ്പം പോലീസ്, KCB, വാട്ടർ അതോറിറ്റി, മുനിസിപ്പാലിറ്റി, സഹകരണവും ലഭിച്ചു. എല്ലാവരുടെയും എല്ലാ നടപടിക്രമങ്ങളും
അറിയിച്ചിരിക്കുകയാണ്. നാളെ 6:30 മുതൽ വഴിത്തല മഹാദേവ വാദ്യകലാസമിതി അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും തുടർന്ന് മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തായമ്പ 8 മണി മുതലും ആനക്കൂട് കവലയിൽ നടക്കുന്നതാണ്. 6ാം ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ്, പ്രസാദഊട്ട്, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. പ്രതിദിനം ആയിരങ്ങൾ വന്നുപോകുന്ന തിരുവുത്സവത്തിന് കുറ്റമറ്റ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രവും പരിസരവും 30ഓളം CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. കൺട്രോൾ റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററുകളിലൂടെ ക്യാമറാ ദൃശ്യങ്ങൾ അപ്പോൾ ലഭിക്കും. ക്ഷേത്ര പരിസരത്ത് അസൗകര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇടപെടുന്നതിനും പരിഹരിക്കുന്നതിനും ഇതുമൂലം അധികൃതർക്ക് കഴിയുന്നുണ്ട്. 10 ദിവസത്തെയും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കൂടി വരുന്ന തിരക്കിനെ നിയന്ത്രിക്കാനായി വളരെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ഏതാണ്ട് 120ഓളം പോയിന്റുകൾ സെറ്റ് ചെയ്ത് അവിടെ കൃത്യസമയങ്ങളിൽ പോയി ഫോക്കസ് ചെയ്ത് സൂം ചെയ്യാവുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ, ക്ലാരിറ്റി കൂടുതലുള്ള ക്യാമറകൾ ഉൾപ്പെടെ ഏതാണ്ട് 30ഓളം ക്യാമറകളുടെ ഇവിടെയാണ് ഈ പ്രാവശ്യം അമ്പലം പരിസരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെയും വരുന്ന ഭക്തജനങ്ങളുടെയും സുരക്ഷയെ കരുതിക്കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ക്യാമറ സംവിധാനങ്ങൾ. കഴിയുന്നതും ഈ ബോളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. എല്ലാ ബോളിൽ തന്നെ നമുക്കിവിടെ കാണാം. അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുപോലെ റേഡിയോ ഓഫീസുമായിട്ട് പ്രത്യേകം പ്രവർത്തകർ ഒരുപാട് പേര് കറങ്ങി തിരിയുന്നുണ്ട്. അവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാവപ്പുഴ കണ്ടുവെങ്കിൽ അതൊക്കെ തന്നെ ഇവിടുന്ന് അറിയിക്കുകയും അവിടെ ഓടിയെത്തി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. 11 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം കൈമാറി. വളമറ്റം പുതിയ വീട്ടിൽ ആന്റണി അനിത ദമ്പതികളുടെ മകൾ അലീനയുടെ ചികിത്സയ്ക്കുള്ള 1 ലക്ഷം രൂപയാണ് കൈമാറിയത്. വൃക്ക സംബന്ധമായ അസുഖബാധിതയാണ് അലീന. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ചെക്ക് കൈമാറി. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹാരിദ്, തഹസീൽദാർ, ഡെപ്യൂട്ടി തഹസീൽദാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പ്രകടനം നടന്നു. പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. നജീബ് നെയ്യശ്ശേരി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ഭരണമില്ല, ഒരു പ്രതിപക്ഷമില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് വാച്ചാൻ വാർഡിനെ കയറി പിടിച്ചതായിരുന്നു സംഭവമെങ്കിൽ ഇപ്പോൾ സ്വന്തം വീട്ടിൽ നടക്കുന്ന
അഴിമതിയും സ്വന്തം വീട്ടിൽ നടക്കുന്ന പീഡനങ്ങളുമാണ് ഇന്ന് നിയമസഭ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗക്കാരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പീഡിപ്പിക്കുവാനോ ജയിലിലടയ്ക്കുവാനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് കയ്യൂക്ക് കാണിക്കുകയാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തകരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കുള്ളത് എങ്കിൽ നിങ്ങളെ കയ്യാമം ചെയ്യുന്ന അവസ്ഥ, ഈ റോഡിൽ തെരുവുകളിലിട്ട് വലിച്ചിഴക്കുന്ന അവസ്ഥ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർക്ക് നിങ്ങൾ വലിച്ചിഴക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താക്കീതായും ആണയിട്ടും ദാർഷ്ട്യത്തോടും കൂടി പറയുവാനുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് നിയമപരമായ നടപടികൾ മാത്രമേ സ്വീകരിക്കാവൂ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾ ഊർജിതമാക്കി. ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഇന്റർ സെക്ടറൽ കോഓർഡിനേഷൻ കമ്മിറ്റി തയ്യാറാക്കി. ഏപ്രിൽ 15 മുതൽ കൊതുകിന്റെ ഉറവിട നശീകരണവും ജലസ്രോതസ്സുകളുടെ ശുചീകരണവും ആരംഭിക്കും. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷങ്ങളും തന്നെ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുകയും അതിനോടനുബന്ധിച്ചുള്ള യോഗങ്ങളും നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനമെടുക്കും. ഇതെല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഇതിലോട്ട് സന്നദ്ധരായി വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടായി. നമ്മൾ കഴിഞ്ഞ ടൈമിൽ തന്നെ നമുക്കറിയാം, മഴക്കാലം ആരംഭിച്ചപ്പോൾ നമ്മുടെ വെള്ളിയാമറ്റം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചത്. അത് ട്രൈബൽ മേഖലയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ മേഖലയെല്ലാം നമ്മൾ സന്ദർശിക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നമ്മളാൽ ചെയ്യാണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ മേഖലയോട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോടെല്ലാം അനുബന്ധിച്ച് നമ്മൾ ഈ വർഷം മഴക്കാലം ഇനി തുടങ്ങാൻ 1-2 മാസങ്ങൾ കൂടിയുള്ള ഈ മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇനിയുള്ള നാളുകൾ നമ്മുടെ ഓരോ രോഗങ്ങളെ നമ്മൾ എത്രത്തോളം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അതിനുള്ള നിർദ്ദേശങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇന്ന് യോഗത്തിൽ നമുക്ക് സജ്ജമായി എടുക്കേണ്ടതാണ്. പന്നിമറ്റം കലയത്തിനാൽ ബിനോയി തോമസ് നിര്യാതനായി. 37 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോരുമില്ലാത്ത വൃദ്ധയുടെ വീട് വഴിവക്കിലെ മരം വീണ് തകർന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനത്തിനുള്ള സ്വാഗത സംഘം ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം വ്യാഴാഴ്ച നടക്കുന്ന എതിരേൽപ്പ് വിളക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.